ചെറിയൊരു പീസ് ചൂര ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. കറിക്ക് തികയത്തില്ല, ഒരു 3-4 പീസാക്കി പൊരിച്ചെടുക്കാം. അങ്ങനെ ആദ്യം അത് വെളിയിൽ വെച്ച് തണുപ്പൊക്കെ മാറി വരട്ടെ. അതിനുശേഷമാണ് ചോറ്റിന് വെള്ളം ഇട്ടു. പിന്നെ ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്ന നെല്ലിക്ക ചെറിയ പീസായിട്ട് അരിഞ്ഞ് കുരുവൊക്കെ മാറ്റിയിട്ട് അച്ചാറാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ അടുപ്പിൽ തന്നെ നമുക്ക് സാമ്പാറിൻ്റെ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തൊരു സാമ്പാറാണ്. അപ്പോഴത്തേക്ക് വെള്ളം തിളച്ചു. ഇനി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അരിയും കഴുകി അടുപ്പത്തിട്ടതിന് ശേഷം നമുക്ക് ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറിറക്കി ആ അടുപ്പത്തോട്ടിട്ടതിന് ശേഷം ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഇനി സാമ്പാർ പൊടിയും ചേർത്ത് വേവിച്ച പരിപ്പും ഉപ്പും പുളിയും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡിയായി കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ മീനിൻ്റെ തണുപ്പെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് മുറിച്ച് മസാലയൊക്കെ ചേർത്ത് പൊരിക്കാൻ വെച്ചു. അതിനുശേഷം ഞാൻ സാമ്പാറും കൂടി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുഞ്ഞൊരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, കുക്കുംബറും തൈരും ഒക്കെ ചേർത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെന്തു, അതും അങ്ങോട്ട് ഊറ്റിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് സലാഡും ചൂരമീൻ പൊരിച്ചതും ഒരു കുഞ്ഞ് സാമ്പാറുമായിട്ട് കഴിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.